സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ 4 families with 4 children each എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വുഡ് യു എക്സ്പെക്ട് ടു ഹാവ് 2 boys and 2 girls, അറ്റ്ലീസ്റ്റ് 1 boy, no girls, at the most 2 girls. Okay, and finally assume equal probabilities for boys and girls. Okay, so boy ആയാലും ഗേൾ ആയാലും ഈക്വൽ പ്രോബബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് പി ആയാലും ക്യൂ ആയാലും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് പി ഈസ് ഈക്വൽ ടു 1/2, ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ് 1/2 എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എൻ എന്ന് പറയുന്നത് കൺസിഡർ ഫാമിലീസ് വിത്ത് 4 children ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ട്രയൽസ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ് 4. ആ 4 കുട്ടികളിലാണ് നമ്മുടെ പ്രോബബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ് 4 ആണ്. സോ എൻ 4 ആണ്, പി 1/2, ക്യൂ 1/2. സോ എന്നും പിയും ക്യൂവും എല്ലാ ക്വസ്റ്റ്യൻസിലും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടി, എന്നും കിട്ടി, അതുപോലെ തന്നെ പിയും കിട്ടി, അതുപോലെ തന്നെ ഏതാണ് ക്യൂവും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 boys and 2 girls. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് നോർമലി ഒരു കൺഫ്യൂഷൻ തോന്നാം, ഏതാണ് സക്സസ്. ഓക്കെ, ഒരു ബോയ് ആകുന്നതാണോ സക്സസ്, ഒരു ഗേൾ ആകുന്നതാണോ സക്സസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ എപ്പോഴും നമുക്കത് തീരുമാനിക്കാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത് ഏതാണെന്ന് നോക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഏതാണെന്ന് നോക്കുക. എല്ലാ ക്വസ്റ്റ്യനിലും നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം എല്ലാം ചോദിച്ചിരിക്കുന്ന ഏതാണ്, ഹെഡ്സ് ആണ്. എക്സാക്ട്ലി 4 ഹെഡ് കിട്ടാനുള്ളത്, ഒരു ഹെഡും കിട്ടേണ്ടാത്തത്, അല്ലെങ്കിൽ 6 അതിലധികമോ ഹെഡ് കിട്ടേണ്ടത്, മാക്സിമം 2 ഹെഡ്, അങ്ങനെ. സോ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഹെഡ് കിട്ടുന്നതായിട്ട് എടുക്കാം. ഓക്കെ, ബട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 boys and 2 girls, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 boy. ദെൻ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ നോ ഗേൾസ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ അറ്റ് ദ മോസ്റ്റ് 2 girls. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു മിക്സ് ആണ്. സോ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫാക്ടറിനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ എടുക്കുന്നത് എന്താണ്, ബോയിയെ കിട്ടുന്നതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബോയ് ഇസ് എ സക്സസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരിക. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 boys and 2 girls, ദാറ്റ് മീൻസ് 2 ബോയിയെയും 2 ഗേളിനെയും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്. മൊത്തം 4 പേരേ ഉള്ളൂ. സോ 2 ബോയെ കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഗെറ്റിംഗ് 2 boys and 2 girls എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, സോ 4z2 ഇൻറ്റു 1/2 നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഫോമുലയിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സോ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വാല്യൂസ് ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ, നമ്മുടെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ യൂഷ്വലി നമ്മളടുത്ത് പ്രോബബിലിറ്റി ആണ് ചോദിക്കാറ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പ്രോബബിലിറ്റിയെ പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വാല്യൂ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്തിലോട്ട് ആവാം, പെർസെൻറ്റേജിലോട്ട് ആവാം. ഓക്കെ, സോ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, 3/8 എന്ന് കിട്ടും. 3/8 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഏതിലോട്ട് മാറും, പെർസെൻറ്റേജിലോട്ട് മാറും. ഓക്കെ, സോ യൂഷ്വലി ക്വസ്റ്റ്യൻസ് പ്രോബിലിറ്റി ആണ് നമ്മളടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. ഇൻ കേസ് ഒരു ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദാറ്റ് പ്രോബിലിറ്റി വാല്യൂ ഇൻറ്റു 100 ദാറ്റ് വിൽ ബി ഈക്വൽ ടു പെർസെൻറ്റേജ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 boy ആയിരിക്കണം. മൊത്തം 4 കുട്ടികളുണ്ട്, അതിൽ ഒരു കുട്ടിയെങ്കിലും ആൺകുട്ടി ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്. ദാറ്റ് മീൻസ് ആൺകുട്ടികളെന്ന് പറയുന്നത് എന്താവാം, 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 3 ആവാം, അല്ലെങ്കിൽ എന്താവാം 4 ആവാം എന്നുള്ളതാണ്. ക്ലിയർ? സോ നമ്മൾ നേരത്തെ പറഞ്ഞത് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റ് അറ്റ്ലീസ്റ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4. ഇത്രയും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ അവിടെ പാടാണ്, ആ 4ഉം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അവിടെ ആഡ് ചെയ്യാൻ എന്നുള്ളതാണ്. സോ അവിടെ നമുക്ക് ഒരു ലോജിക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലോജിക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്, ഓക്കെ,
1 മൈനസ് പി ഓഫ് നോ ബോയ്, ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യ്ക്ക് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ n എത്രയാണോ, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ n എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ n എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, 2 ആവാം, അപ് ടു ഏതുവരെ ആകാം, 10 വരെ ആവാം. ഓക്കെ, സോ എപ്പോഴും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഏതിനോട് ഈക്വൽ ആയിരിക്കും, 1നോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 പ്ലസ് 4. ഇത്രയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, 1 ആയിരിക്കും. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഏതിനോട് ഈക്വൽ ആയിരിക്കും, 1നോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ, ഡൗട്ട് ഉണ്ടോ? സോ ഈ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 1 ആണ്. ക്ലിയർ ആണോ? സോ നമുക്ക് കിട്ടേണ്ടത് ആ 2 പ്ലസ് 3 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4ൻ്റെ ടോട്ടലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഏതിനോട് ഈക്വൽ ആണ്, 1 മൈനസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0നോട് ഈക്വൽ ആണ്. ഓക്കെ, 1 ആണ് ടോട്ടൽ. അതിൽ നിന്നും പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 മാത്രം കുറച്ചാൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ അതല്ലേ എളുപ്പം, നമുക്ക് ഇവിടെ ഏത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, എക്സ് ഇസ് ഈക്വൽ ടു 0 മാത്രം നമുക്കിവിടെ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും, പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, ഇതേ പ്രോബബിലിറ്റി തന്നെയായിരിക്കും എപ്പോഴും നമുക്ക് കിട്ടുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ കണ്ടുപിടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നതാണ്, ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. സോ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 കാണുന്നതിനേക്കാളും എളുപ്പമാണ് 1ൽ നിന്നും ഏത് കുറച്ചാൽ മതി, എക്സ് ഈസ് ഈക്വൽ ടു 0 കുറച്ചാൽ മതി എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. ആ പ്രോബബിലിറ്റി ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പി ഓഫ് എക്സ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഗേൾസ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും ഒരു വേരിയബിളെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ആദ്യം എക്സാമ്പിളിൽ നമ്മൾ എടുത്തത് എന്താണ്, ബോയ്സ് ആണ് നമ്മൾ സക്സസ് ആയിട്ട് എടുത്തത്, അല്ലയോ? അപ്പോൾ നമ്മളെടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഗേൾസ് എന്നാണ്. നോ ഗേൾസ് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 4 എന്തായിരിക്കണം, ബോയ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ നോ ഗേൾസ് കണ്ടുപിടിക്കുന്നതും പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ബോയ്സ് കണ്ടുപിടിക്കുന്നതും എന്താണ്, ഈക്വൽ ആണ്. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഗേൾസ് എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ബോയ്സിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4. ആ ഫോമുലയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അറ്റ് ദ മോസ്റ്റ് 2 ഗേൾസ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ദാറ്റ് മീൻസ് മാക്സിമം 2 ഗേളേ ആകാവൂ. ദാറ്റ് മീൻസ് ഒരു ഗേളും ആകാതിരിക്കാം, 0 ആവാം, 1 ആവാം, 2 ആവാം, അല്ലയോ? സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ഗേൾ, 1 ഗേൾ ഓർ 2 ഗേൾ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഏതിൻ്റെ ബേസിസിലാണ്, ബോയുടെ ബേസിസിലാണ്. സോ ഇതിനെ ബോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0 ഗേൾ ആകുമ്പോൾ ബോയുടെ പ്രോബിലിറ്റി എന്താണ്, 4. 1 ഗേൾ ആകുമ്പോൾ പ്രോബിലിറ്റി 3. 2 ഗേൾ ആകുമ്പോൾ പ്രോബിലിറ്റി 2. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 0 ഗേൾ, 1 ഗേൾ, 2 ഗേൾ എന്നുള്ളത് ഏതിനോട് ഈക്വൽ ആണ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ബോയ്സ്, 3 ബോയ്സ്, 2 ബോയ്സിനോട് ഈക്വൽ ആണ്. സോ ഈ 3 പ്രോബിലിറ്റീസ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്, അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്നുള്ളതാണ്. സോ അവിടെ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. സോ അതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ ഏതാണോ എളുപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് നെക്സ്റ്റ് ഒരു കാറ്റഗറിയിലോട്ട് പോയാൽ, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് ഫോർമുല NP ആണ്. ഓക്കെ, മീനിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരിക്കും, NP ആയിരിക്കും, N ഇൻറ്റു P ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് √NPQ ആയിരിക്കും, √NPQ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും തമ്മിലുള്ള നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്കറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് ഏതെന്ന് പറയുന്നത്, വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് √NPQ ആണ് എന്നുണ്ടെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും, NPQവിനോട് ഈക്വൽ ആയിരിക്കും. എൻ്റെ നമുക്കറിയാം നമ്പർ ഓഫ് ട്രയൽസ്, P എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ്, Q എന്ന് പറയുന്നത് ഫെയിലിയർ.
ഓക്കെ. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആവറേജ് എന്ന് പറയുന്ന ഫോർമുല എൻ പിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല റൂട്ട് ഓഫ് എൻ പി ക്യൂവുമാണ്. ദെൻ വേരിയൻസ് കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്, ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് എൻ പി ക്യൂ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ പി ക്യൂ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഏതോ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മീൻ എന്ന് പറയുന്ന 4, ദാറ്റ് മീൻസ് എൻ പി എന്ന് പറയുന്ന 4ഉം വേരിയൻസ് എന്ന് പറയുന്നത് എൻ പി ക്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? എൻ പി ക്യൂവുമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12/9. റൈറ്റ് ഡൗൺ ഓൾ ദി ടേംസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണോ? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എൻ അറിയണം, പി അറിയണം, ക്യൂ അറിയണം. ഏതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും നമുക്ക് അതിൻ്റെ ടേംസ്, ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ 0, 1, 2, 3 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഏതാണ്? എന്നിൻ്റെ വാല്യൂ എത്രയാണ്, പിയുടെ വാല്യൂ എത്രയാണ്, ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്. സോ ഇവിടെ നമുക്കത് തന്നിട്ടില്ല, അതിന് പകരം മീൻ എത്രയാണ്, വേരിയൻസ് എത്രയാണെന്ന് നമുക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചതുപോലെ ഈക്വേഷൻസ് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ വാല്യൂസ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കെ, സോ ഇതിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യോ, നേരെ തിരിച്ച് ഡിവൈഡ് ചെയ്യോ, എന്ത് വേണോ ചെയ്യാം. എങ്ങനെ ചെയ്താലും അതിൻ്റെ വേരിയബിൾസ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ എന്ത് കിട്ടും? n 6 ആയിട്ടും പി എന്ന് പറയുന്നത് 2/3 ആയിട്ടും ക്യൂ എന്ന് പറയുന്നത് എവിടെയാണ്? ക്യൂ എന്ന് പറയുന്നത് 1/3 ആയിട്ടും കിട്ടും. ഓക്കെ, സോ 3 വേരിയബിൾസ് നമുക്ക് കിട്ടും. എന്നിൻ്റെ വാല്യൂ കിട്ടും, പിയുടെ വാല്യൂ കിട്ടും, ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഇത് കിട്ടിയാൽ എല്ലാ ടേംസും നമുക്ക് അറിയാൻ പറ്റും. എന്നിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റും എൻ എത്രയാണോ അതുവരെ ആകാം എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സ് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. ഓക്കെ, സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എക്സ് 0 ആകുമ്പോഴെങ്ങനെ, എക്സ് 1 ആകുമ്പോഴെങ്ങനെ, എക്സ് 2 ആകുമ്പോഴെങ്ങനെ, 3, 4, 5, 6. ഓക്കെ, ഇത്രയുമാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേംസ് എന്ന് പറയുന്നത്. ഇത്രയും ടേംസ് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ n 8 ആയിരുന്നു എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എത്ര വന്നേനെ? 0, 1, 2, 3, 4, 5, 6, 7, 8. 10 ആയിരുന്നെങ്കിൽ 0 മുതൽ 10 വരെ വന്നേനെ. 11 ആയിരുന്നു എന്നുണ്ടെങ്കിൽ 0 മുതൽ 11 വരെ വന്നേനെ. ഓക്കെ, സോ അത്രയും നമുക്ക് ടേംസ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മീനിൻ്റെ ഫോർമുല എൻ പിയും വേരിയൻസിൻ്റെ ഫോർമുല എൻ പി ക്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല റൂട്ട് ഓഫ് എൻ പി ക്യൂ. ഓക്കെ, സോ അത് വെച്ചിട്ട് ആദ്യം പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. ആ പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് എൻ കിട്ടും. എൻ എത്രയാണെന്ന് നമുക്ക് കണ്ടാൽ എത്ര ടേംസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത്രയും ടേംസ് എന്ത് ചെയ്യുക? എഴുതുക. നേരത്തെ പറഞ്ഞാൽ അതേ ഫോർമുലയിൽ എന്ത് ചെയ്ത് കൊടുക്കുക? അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ, സോ അത് വെച്ചിട്ടുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 5 ട്രയൽസ്, 5 ട്രയലുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് ആർ 0.4096 ആൻഡ് 0.2048 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ പാരാമീറ്റർ പി. ഓക്കെ, ഏതോ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 5. ദാറ്റ് മീൻസ് n എന്ന് പറയുന്നത് 5 ആണ്, നമുക്കറിയാൻ പറ്റും. ഓക്കെ, ദെൻ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ്, ഓക്കെ, ഏത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കും? 0ഉം 1ഉം. സോ ഇവിടെ n എന്ന് പറയുന്നത് 5 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 0, 1, 2, 3, 4, 5. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 0ഉം അതുപോലെ തന്നെ സെക്കൻഡ് വൺ എക്സ് ഈസ് ഈക്വൽ ടു 1ഉം. ക്ലിയർ? സോ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4096 എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 0.4096ഉം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 0.2048ഉം ആണ്. ഓക്കെ, സോ ഇതറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഫൈൻഡ് ദ പാരാമീറ്റർ പി. പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി ഓഫ് സക്സസ്. ഓക്കെ, സോ ഇത് നിങ്ങൾ പണ്ട് മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ പറ്റുന്നിടത്തോളം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക, ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ പി ഓഫ് എക്സ് ഇസിക്കൽ ടു 0 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയും എഴുതാം? 5c0 ഇൻറ്റു പി റൈസ് ടു 0 ഇൻറ്റു ക്യൂ റൈസ് ടു 5 അല്ലോ. കാരണം എന്നും നമുക്കറിയാം, അതുപോലെ തന്നെ ഏതും അറിയാം, എക്സും നമുക്കറിയാം. പക്ഷേ പിയും ക്യൂവും നമുക്ക് അറിഞ്ഞുകൂടാ ഇല്ലേ? സോ 5c0 ഇൻറ്റു പി റൈസ് ടു 0 ഇൻറ്റു ക്യൂ റൈസ് ടു 5, അതിൻ്റെ വാല്യൂ ആണ് 0.4096 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പി ഓഫ് എക്സ് ഇസിക്കൽ ടു 1 നമുക്ക് എഴുതാൻ പറ്റും. 5c1 ഇൻറ്റു പി റൈസ് ടു 1 ഇൻറ്റു ക്യൂ റൈസ് ടു 4 ഇസിക്കൽ ടു 0.2048 അല്ലോ.
5z0 നമുക്കറിയാം, ഏത് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. എനി നമ്പർ റൈസ് ടു 0 1 ആയിരിക്കും. സോ 1 × 1 × q റൈസ് ടു 5 ഇസ് ഈക്വൽ ടു 0.4096. 5z1 അതിൻ്റെ വാല്യൂ 5 ആയിരിക്കും. p റൈസ് ടു 1 എന്ന് പറയുന്നത് p ആയിരിക്കും, ഇൻറ്റു q റൈസ് ടു 4.2048. ക്ലിയർ ആണോ? സോ ഇതാണ് നമുക്ക് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതൊക്കെ 1 × 1 × q റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5p × q റൈസ് ടു 4 ഇത് ഡിവൈഡ് ചെയ്യുക. സോ q റൈസ് ടു 5ഉം q റൈസ് ടു 4ഉം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, q ഡിവൈഡഡ് ബൈ 5p എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 കിട്ടും. ഓക്കെ, സോ ഇത് വെച്ച് ദാറ്റ് മീൻസ് q ഈസ് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10p എന്ന് കിട്ടും. ഓക്കെ, സോ ക്യൂവിനെ നമുക്ക് എങ്ങനെയെന്നും എഴുതാം, 1 - p എന്ന് എഴുതാം. ദാറ്റ് മീൻസ് p + q ആണ് എന്തെന്ന് പറയുന്നത്, 1 എന്ന് പറയുന്നത്. സോ ക്യൂവിനെ നമുക്ക് എങ്ങനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 - p എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇസ് ഈക്വൽ ടു 10p. സോ ഇതിൽ നിന്ന് നമുക്ക് പിയുടെ വാല്യൂ കിട്ടും എത്രയാണ്, 1/11. ഓക്കെ, സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ റൈറ്റ് ഡൗൺ ഓൾ ദ ടേംസ് എന്ന് ചോദിച്ചാൽ n എത്രയാണോ 0 കൂടെ ആഡ് ചെയ്യുക, x = 0 പ്ലസ് അത് അങ്ങനെ ആഡ് ചെയ്ത് പോവാം. സോ ഫസ്റ്റ് 2 ടേംസ് എന്ന് പറയുന്നത് എപ്പോഴും 0ഉം 1ഉം, ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ 0 1 2 ആയിരിക്കും ഫസ്റ്റ് 3 ടേംസ്. ഫസ്റ്റ് 4 ടേംസ് എന്ന് പറഞ്ഞാൽ 0 1 2 3 4 എന്നുള്ളതായിരിക്കും ഫസ്റ്റ് 4 ടേംസ് 5 ടേംസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് n എത്രയാണോ അതുവരെ കാണും ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തെന്ന് പറയുന്നത്, ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ ഒരു കാറ്റഗറിയും കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇതാണ് യൂഷ്വലി SAയ്ക്ക് ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, SAയ്ക്ക് ചോദിക്കാറുള്ള. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നത് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. എന്ത് പറയും, ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് പ്രോബ്ലംസ് ആണിത്. വളരെ സിമ്പിളാണ്, ഇച്ചിരി ക്ലറിക്കൽ വർക്ക് കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കി, 8 coins were tossed 256 times. ഓക്കെ, സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും, n എന്ന് പറയുന്നത് 8 ആയിട്ട് നമുക്ക് കിട്ടും. എത്ര കോയിൻസ്, 8 coins were tossed 256 times. സോ 8 കോയിനാണ് ടോസ് ചെയ്തിരിക്കുന്നത്. സോ n എന്ന് പറയുന്നത് 8. സോ കോയിൻസിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് പിയും ക്യൂവും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. p = 1/2, q = 1/2 എന്നുള്ളതാണ്. സോ n കിട്ടി, p കിട്ടി, q കിട്ടി. Find the expected frequencies of head. Also find mean and standard deviation എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, വി ഹാഡ് ടു റൈറ്റ് ഡൗൺ ഓൾ ദി ടേംസ് ഓഫ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ n8 എന്ന് കേട്ടാൽ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്, നമുക്കിവിടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഹെഡ്സ് ആയിട്ട് എടുത്താൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, അപ് ടു 8 വരെ വരാം. കാരണം n എന്ന് പറയുന്നത് എത്രയാണ്, 8. അത് വെച്ചിട്ട് p ഓഫ് എക്സിൻ്റെ വാല്യൂസ് കാണുക. ദാറ്റ് മീൻസ് p ഓഫ് x = 0 അതിൻ്റെ വാല്യൂ കാണുക, p ഓഫ് x = 1 അതിൻ്റെ വാല്യൂ കാണുക, p ഓഫ് x = 2 അതിൻ്റെ വാല്യൂ കാണുക. ഇത് ഇത്രയും വാല്യൂസ് കാണുക. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂസ്. ക്ലിയർ? ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അത് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എല്ലാ പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടേണ്ടതാണ്. ഓക്കെ, ദെൻ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ പറ്റും നമുക്ക് അതുവഴി. ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്, നമ്മളടുത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡ്. സോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ p ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണോ അതേ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് എത്ര ടൈംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, 256 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ വാല്യൂ ഇൻറ്റു 256. ഇവിടെ 300 ആയിരുന്നെങ്കിൽ 1/256 ഇൻറ്റു 300. ക്ലിയർ? സോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും. സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എളുപ്പമാണ്. മീനിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, n × p. സോ n8ഉം p 1/2. സോ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് √(npq) എന്നാണ്. സോ √(n) ഇൻറ്റു ദാറ്റ് മീൻസ് 8 ഇൻറ്റു p ഇൻറ്റു 1/2 ഇൻറ്റു q 1/2. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ ഇതാണ് ഒരു SA ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. യൂഷ്വലി ചോദിക്കാറുണ്ടായിരുന്നത് ഇതിനെ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സോ ഇതിൽ നമ്മുടെ ജോലി എന്ന് പറയുന്ന എല്ലാ ടേംസും എഴുതുക, ഫ്രീക്വൻസി കൊണ്ട് എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ദെൻ അഡീഷണൽ ആയിട്ട് ചോദിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, സോ
ഇവിടെ നമുക്ക് ഈ ഒരു ഒരു പോർഷനിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല NCX P⁻⁴ Q⁻n−x എന്നുള്ളതാണ്. അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട NCX എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ P+Q എന്ന് പറയുന്നത് എപ്പോഴും 1 ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു വേരിയബിൾ അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ പിയും ക്യൂവും എന്നുമാണ് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം. കാരണം അതറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടേംസ് വേണോ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ പി എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് n എത്രയാണോ 0-യിൽ നിന്ന് തുടങ്ങി ആ എന്നിൻ്റെ വാല്യൂ വരെ ടേംസ് നമുക്ക് എഴുതാം. എക്സിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് n=8 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? 0 മുതൽ 8 വരെ ആകാം. ഓക്കെ, ഇതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് അറിയാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ ഈ 4 ഫാക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? താങ്ക് യു.